പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ. ബിജെപിയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. അനുഭവിച്ചേ പറ്റൂ. ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. ഇതിൽ നിന്റെ ബാറ്റർ എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ചതിക്കരുത്, എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇപ്പൊ ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് പ്രതികരിച്ചത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും കേട്ടോടത്തോളം മതി. മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽ മാരാർ വീഡിയോയിൽ പറഞ്ഞത്. ഇനി ഈ വക വർത്താനം പറഞ്ഞ് നീ എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ആടിച്ച് നിന്റെ പല്ല് ഞാൻ കോഴിച്ചോളാം. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. അപ്പൊ എനിക്ക് പിഴച്ചെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? മനുഷ്യനല്ലേ, തെറ്റാർക്കും പറ്റും. നോനോ, എനിക്ക് തെറ്റിയിട്ടില്ല, തെറ്റുകയുമില്ല. ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ BNS 152 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കേസാവോ? ഞാൻ കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ദിവസം തന്നെ അഖിൽ മാരാർക്കിന്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്, നാട് വിട്ടാലോ? 82 CRPC, 83 CRPC, ഇത് രണ്ടും ഉറപ്പാ. താൻ നോക്ക, എനിക്ക് തെറ്റിയില്ലെന്ന് ഞാൻ തെളിയിക്കും. ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ BNS 152 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ, ഈ ഹൈറേഞ്ച് ഹക്കീം. പിന്നെ നാളെ മുതൽ പത്രത്തിൽ പടം വരും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പോലീസുകാർ പൊക്കുകയും ചെയ്യും. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാൻ എന്താ വലിയ ചില്ലിത്തൊക്കെ പോകുള്ളൂ.